ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് പപ്പടവും അരിപ്പൊടിയും പൊട്ടറ്റോ എല്ലാം വെച്ചിട്ട് നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള പുറമേ നല്ല ക്രിസ്പി ആയിട്ടുള്ള പപ്പട സമൂസയാണ് റെഡിയാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ ഫുള്ളായി കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത ശേഷം അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് എല്ലാവർക്കും ലഭിക്കുന്നത്. ഇതിലോട്ടുള്ള ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു ബൗളിലോട്ട് ഒരു കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. അധികം ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല, കുറച്ച് ഉപ്പ് മാത്രമേ ഇപ്പോൾ ചേർത്ത് കൊടുത്താൽ മതിയാവും. പപ്പടത്തിൽ ഓൾറെഡി ഉപ്പുള്ളത് കൊണ്ട് ഇതിൽ കുറച്ച് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കരിഞ്ജീരകവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എള്ള് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കരിഞ്ജീരകമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലിനി കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് പപ്പടവടയ്ക്കുള്ള ബാറ്റർ പോലെ ആക്കി എടുക്കണം. കുറച്ചൊരു തിക്ക് ബാറ്ററാക്കി എടുക്കണം. കട്ടയില്ലാതെ നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കട്ടയില്ലാതെ നല്ല തിക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ബാറ്റർ ഇരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലോട്ടുള്ള മസാല റെഡിയാക്കാം. ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കാനായിട്ട് ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിലോട്ട് 2 സവാള ചോപ്പ് ചെയ്ത് വെച്ച് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് ചോപ്പ് ചെയ്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് വേപ്പില കട്ട് ചെയ്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. വേപ്പിലയ്ക്ക് പകരം മല്ലിയില വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ വേപ്പിലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്കുള്ള അല്പം ഉപ്പ് കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. സവാളയും പച്ചമുളകും എല്ലാം കൂടെ ചെറുതായി ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇതിലേക്ക് ഇനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിന് റോസ്മെല്ലൊന്ന് മാറി വരുന്നവരൊന്ന് ഇളക്കിയെടുക്കാം. നമുക്കിതിന് പകരം ഇഞ്ചി വെളുത്തുള്ളി കട്ട് ചെയ്ത് വെച്ചിട്ട് അത് ചേർത്ത് കൊടുത്താലും മതിയാവും. ഞാനിവിടെ പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം കൂടെ നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് വേവിച്ച് വെച്ച പൊട്ടാറ്റോ ഇട്ട് കൊടുക്കാം. 3 പൊട്ടാറ്റോ അല്പം ഉപ്പ് ചേർത്ത് വേവിച്ചുടച്ച് വെച്ചതാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇതും കൂടി ചേർത്ത് ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉള്ളിയിലുള്ള മസാല പൊട്ടാറ്റോയിൽ നന്നായി പിടിച്ചു വരണം. അത് നന്നായി തന്നെ നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ എല്ലാം കൂടെ നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബാറ്ററിൽ മുക്കിയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ 10 പപ്പടമാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് മസാലയൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഓരോ സ്പൂൺ മസാലയായിട്ട് എടുത്തിട്ട് ഇതിന് മിഡിലൊന്ന് വെച്ച് കൊടുക്കാം. ഇനി ഇത് 2 സൈഡും കൂടി ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇനി നമ്മളിത് ബാറ്ററിൽ മുക്കുമ്പോൾ ഇവിടെ കറക്റ്റായിട്ട് ഇത് സ്റ്റിക്കായി വന്നോളും. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഓരോന്ന് നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. 1 സ്പൂൺ മസാല വെച്ച് കൊടുത്താൽ മതിയാവും. ഓവറാകുമ്പോൾ ഫില്ലിംഗ് എല്ലാം പുറത്തേക്ക് വരും. എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇത്രയും മതിയാവും. ഇതുപോലെ ഇനി ഓരോ പപ്പടവും നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാനിൽ ഓയിൽ ഒഴിച്ചതൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഫില്ല് ചെയ്ത് വെച്ച് ഓരോ പപ്പടമായി എടുത്ത് ബാറ്ററിൽ മുക്കി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് ബാറ്ററിൽ നന്നായി ഡിപ്പ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് ഓയിലിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഓരോ പപ്പടവും ബാറ്ററിൽ മുക്കിയിട്ട് ഓയിലിലോട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൽ ഫില്ല് ചെയ്ത മസാല ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുള്ളതാണ്.
അതുകൊണ്ട് ഒരു സൈഡ് മുരിഞ്ഞ് വന്ന് പെട്ടെന്ന് തന്നെ മറിച്ചിട്ടിട്ട് ആ സൈഡ് മുരിഞ്ഞാൽ ഇത് ഓയിലിൽ നിന്ന് മാറ്റണം. ഇപ്പോൾ ഒരു സൈഡിൽ നിന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. പപ്പടം ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ മുരിഞ്ഞ് വരും. അപ്പോൾ എല്ലാം നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റാം. ഇതുപോലെ എല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. പപ്പടം സമൂസ റെഡി ആയിട്ടിപ്പോൾ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിൽ നമുക്ക് പൊട്ടാറ്റോ ഫില്ലിങ്ങിന് പകരം വേറെ എഗ്ഗോ ചിക്കനോ വെജിറ്റബിൾസ് വെച്ചിട്ടെല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്